ആശാവർക്കർ സമരവുമായി ബന്ധപ്പെട്ട് മാർച്ച് 17 ഇപ്പോൾ പുതിയൊരു തീരുമാനം വന്നിരിക്കുന്നു. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നു. സമരത്തോട് സർക്കാരിൻ്റെ ക്രൂരമായ സമീപനമാണ്. തൊഴിലാളി സൗഹൃദമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. സർക്കാരിന്റെ അഹന്തയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നും ആശാ വർക്കേഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. നമ്മളെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും അശ്ലീലം പറയുന്നതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. സർക്കാരിന് എന്തിനാണ് പിടിവാശി? ഞങ്ങളോട് പലരും വന്ന് ചോദിക്കുന്നു, നിങ്ങൾ സെറ്റിൽ ചെയ്യില്ലേന്ന്. ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത്? സെറ്റിൽ ചെയ്യേണ്ടത് സർക്കാരാണ്. ഒന്ന് മിനിമം കേൾക്കുവാനുള്ളൊരു സന്മനസ് ഗവൺമെൻറ് കാണിക്കണം. ഞങ്ങൾക്ക് പിടിവാശിയില്ല. ആകെയുള്ളൊരു പിടിവാശി ഈ 232 രൂപയ്ക്ക് ജോലി ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളൊരു പിടിവാശി മാത്രമേ ഉള്ളൂ. ഇത്രയധികം ശ്രദ്ധയും പിന്തുണയും ഈ സമരത്തിനുണ്ടായിട്ടും ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ഇത്രയും അധികം പിന്തുണയും ന്യായയുക്തതയുമുള്ള ഈ സമരത്തോടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇനിയും മാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. അവരുടെ ഏറ്റവും ന്യായമെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നത് പിടികിട്ടാത്തൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.